കണ്ടു തുടങ്ങി. പിന്നെ നിർബന്ധിച്ചു ഞാൻ കണ്ടു. അറിയാത്തതും അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അതിൽ അറിയാനുണ്ടായിരുന്നു, മനസ്സിലാക്കി. അതിൽ എനിക്ക് കണ്ടതിൽ അടുത്ത കാലത്ത് കഴിഞ്ഞൊരു 10 വർഷത്തിലെ ഏറ്റവും മാസ് ഒരു ഇൻട്രോ അല്ലെങ്കിൽ എൻട്രി ഞാൻ കണ്ടത്. തിയേറ്ററിലായിരുന്നു ഞാൻ ചിലപ്പോൾ ഇറങ്ങി എഴുന്നേറ്റ് കൈയടിച്ചു പോയിരുന്നു. ഇവിടെ മൈനേഴ്സിന് ഇതില്ല എന്ന് പറയുമ്പോൾ ഒരു വെടിശബ്ദത്തോടുകൂടി മേക്കറങ്ങളുടെ അത് ഗംഭീരം എന്നല്ലാതെ എനിക്ക് അതിനപ്പുറം പറയില്ല. നിർബന്ധിച്ച് കാണിപ്പിച്ചുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞേ പറ്റൂ. താങ്ക് യു ഫോർ കമ്മിങ്. അടുത്തതായിട്ട് പടം കണ്ടല്ലേ? പടം കണ്ടു ഒരു ഹാപ്പി സന്തോഷമുണ്ട് അവിടെ. ഹാപ്പി സന്തോഷം. പടം കണ്ടു സീസൺ പടം കണ്ടു. അടുത്തതായിട്ട് എടുത്തു പറയുന്ന ഒരാള് 2019 ഞാനും അജുവും വിശാലും കൂടെ നിർമ്മിച്ച സിനിമ ഞാൻ ഡയറക്ട് ചെയ്ത ലവ് ആക്ഷൻ ഡ്രാമ ഇറങ്ങൂല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2 ദിവസം മുന്നേ വരെ തലേ ദിവസം വരെ പ്രശ്നമായിരുന്നു അല്ലെ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ പലപ്പോഴും ഒത്തുകൂടാറുള്ള സമയത്ത് ഞങ്ങൾ വളരെ നന്ദിയോടെ സ്മരിക്കുന്ന ഒരാളാണ് സന്ദീപേട്ടൻ. കാരണം അതിന്റെ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടത്തിലൊരു ആനിമൽ സർട്ടിഫിക്കറ്റ്, ഞങ്ങൾ 2-3 പട്ടികളെ ഷോർട്സ് ഇട്ടപ്പോൾ അതില് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. അത് ഡൽഹിയിൽ പോയിട്ട് വേണം ആ സർട്ടിഫിക്കറ്റ് എടുക്കാൻ. അങ്ങനെ സന്ദീപേട്ടൻ അന്ന് ഇറങ്ങി പുറപ്പെട്ടില്ലായിരുന്നെങ്കിൽ അന്ന് ആ സിനിമ ഇറങ്ങില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞങ്ങളുടെ കൂടെ മത്സരിച്ച സിനിമകൾ എന്ന് പറയുന്നത് ഒന്ന് ലിസ്റ്റിൻ സ്റ്റീഫിന്റെ ബ്രദേഴ്സ് ഡേ, മണൻ രാജുവിന്റെ ഫൈനൽസ്, പിന്നെ അതോടൊപ്പം തന്നെ ആന്റണി ചേട്ടന്റെ ലാൽ സാറിന്റെ ഇട്ടിമാണ്. സന്ദീപേട്ടന് ലിസ്റ്റിൻ സ്റ്റീഫിനോടുള്ള വെറുപ്പ് കൊണ്ടാണെന്ന് തോന്നുന്നു സന്ദീപേട്ടൻ ഇറങ്ങി പുറപ്പെട്ടു. എന്താണെന്ന് അറിയില്ല. സന്ദീപേട്ടൻ ഡൽഹിയിലേക്ക് പോകുന്നു, ഞങ്ങൾക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചു തരുന്നു. ഒരേ കമ്മിറ്റിയിലുള്ള ഒരേ അസോസിയേഷനിലെ ആൾക്കാർക്കിടയിലുള്ള എന്തോ പ്രശ്നം കൊണ്ടാവും സന്ദീപേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു. സന്ദീപേട്ടനെ ഈ അവസരത്തിൽ ഈ വേളയിൽ വളരെ നന്ദിയോടെ സ്മരിക്കുന്നു. അടുത്തതായിട്ട് എടുത്തു പറയേണ്ട ഒരാള് എന്ന് പറയുന്നത് എന്റെ മെന്ററും എന്റെ ജീവിതത്തിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത്, എന്റെ പാർട്ട്ണർ, എന്റെ വഴികാട്ടി, ഇപ്പോഴത്തെ പവർ ഗ്രൂപ്പിന്റെ തലവനുമായ ശ്രീ അജു വർഗീസ്. ഒരുപാട് കാര്യങ്ങൾ പറയണം. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം, ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം ഈയിടെയായിട്ട് സിനിമ കുറച്ച് കുറയ്ക്കുകയും സ്റ്റേജ് ഷോയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റേജ് ഷോ, പരസ്യം, അങ്ങനെയുള്ള പരിപാടികൾ. അങ്ങനെ സ്റ്റേജ് ഷോയില് വേണ്ടിയിട്ട് ഞാൻ ഓസ്ട്രേലിയയിൽ ഇരിക്കെ എനിക്കൊരു ഫോൺ കോൾ വരുന്നു. അതിന്